എന്തുകൊണ്ടാണ് ആ കോളേജിൽ അങ്ങനെ നടന്നത്? 100-130 വിദ്യാർത്ഥികളുടെ നടുക്ക് വെച്ച് കൂട്ടത്തിലൊരുത്തൻ, 10-20 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ കൂട്ടവിചാരണ ചെയ്യപ്പെട്ട് 2 ബെൽറ്റ് പൊട്ടിപ്പോകുന്നത് വരെ തല്ലുകൊണ്ട് അവസാനം ആത്മഹത്യയിലേക്ക് എന്നിപ്പോൾ വിചാരിക്കുന്നു. ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ട് ഒരു വിഷ്വലിൻ്റെ തുണ്ട്, ഒരു പ്രതിരോധത്തിൻ്റെ കൈ, ഒരു വാക്കിൻ്റെ വിലക്ക് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ആദ്യത്തെ ദിവസം മുതൽ ഈ വാർത്ത വന്നപ്പോൾ അത്ഭുതപ്പെട്ട കേരളത്തോടാണ്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ആ കോളേജിൽ ഒരു അലിഖിത നിയമമുണ്ടെന്ന്, അതനുസരിച്ചാണ് അവിടെ പരാതികൾ തീർപ്പാക്കപ്പെടുന്നത് എന്ന്. ആ അലിഖിത നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പരസ്യ വിചാരണയും നഗ്നനാക്കിയുള്ള മർദ്ദനവും ഒക്കെയാണ് എങ്കിൽ അതെന്തു നിയമമാണ്? അതെന്തു ക്യാമ്പസാണ്? ആ ക്യാമ്പസുകൾ നിലനിൽക്കുന്ന നമ്മുടെ നാട് എന്തു നാടാണ് എന്ന് ചോദിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്, മാധ്യമങ്ങളുടെ വാദമല്ല, രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ഇതൊക്കെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ശ്രീ സഞ്ജീവ് പി എസ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ സഞ്ജീവ് പി എസ്, അങ്ങേക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ സംഘടനയാണല്ലോ കേരളത്തിലെ സിംഹഭാഗം കോളേജുകളും ഭരിക്കുന്നത്. അങ്ങേക്ക് പരിചയമുണ്ടോ ഇത്തരം അലിഖിത നിയമങ്ങൾ? അങ്ങേക്ക് പരിചയമുണ്ടോ ആ അലിഖിത നിയമങ്ങൾ വാഴുന്ന കോളേജുകൾ? അതിലൊന്നാണ് പൂക്കോട് കോളേജ്, നിങ്ങളുടെ യൂണിയൻ ഭരിക്കുന്ന കോളേജ് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വരും ദിവസങ്ങളിൽ അത് തെളിയിക്കപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഒരു ക്യാമ്പസിനെ എനിക്ക് പരിചയമില്ല. എൻ്റെ ഓർമ്മയുടെ പരിസരത്തോ ഭ്രമണപഥത്തിലോ അത്തരത്തിലുള്ളൊരു ക്യാമ്പസ് ഞങ്ങൾ ഇടപെട്ടതോ, ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, കണ്ണൂരിൽ പഠിച്ചതും കണ്ണൂരിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും വിവിധ ക്യാമ്പസുകളിൽ SFI സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു എന്നതിൻ്റെയും ഈ കാലയളവിലെ അനുഭവം വെച്ച് അത്തരത്തിലുള്ള അലിഖിത നിയമങ്ങളോ നിങ്ങൾ പറയുന്ന പോലെ അതിൻ്റെ രാക്ഷസ കോട്ടകളായി നിൽക്കുന്ന ക്യാമ്പസുകളോ അത്തരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് ഈ വിഷയത്തെ എത്തിക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വ്യത്യസ്ത ഘടകങ്ങൾ സമ്മിശ്രമായി ഉപയോഗിച്ച് അതിനെ കൃത്യമായി SFIക്കെതിരെ ഉപയോഗിച്ച് അതിനെ എങ്ങനെയെങ്കിലും കുറച്ച് രാഷ്ട്രീയപരമായി നിലനിർത്താനുള്ള നിരന്തരമായ ഇടപെടലാണ്. ഞങ്ങൾ ആദ്യ ദിവസം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. ആ തെറ്റ് ചെയ്യപ്പെട്ടവർ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, നീതി ലഭിക്കണം. അതിൽ SFI ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ പൊതുചിത്രം, കേരളത്തിലെ ക്യാമ്പസിലെ പൊതുചിത്രം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് അലിഖിതമായ നിയമങ്ങളുണ്ട് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ, ചില കള്ളക്കഥകൾ പടച്ചുവിടുകയാണ്. ആ കഥകൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ അത് പലപ്പോഴും തള്ളിക്കളയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് ഈ അനാവശ്യമായി തെറ്റായ ഒരു നിലയിലേക്ക് ഈ ക്യാമ്പസുകളുടെ പ്രവർത്തനമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കേരളത്തിലെ സാംസ്കാരികപരമായിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ മുന്നോട്ട് പോക്കിനെ ഏതെങ്കിലും വിധത്തിൽ തടഞ്ഞുകൊണ്ടുള്ള അതിനെ ഇല്ലാതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ചർച്ചയും അതിൻ്റെ രാഷ്ട്രീയ പദ്ധതിയുമാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തീർത്തും അപലപനീയമാണ്. അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് SFI എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെ SFIക്കെതിരെ അല്ലെങ്കിൽ ക്യാമ്പസുകളുടെ പൊതുചിത്രം വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെയാണ് അല്ലേ? അല്ലാതെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് ക്രൂരമായ പീഡനത്തിനിരയായി വിദ്യാർത്ഥികൾ കൊല്ലാക്കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമല്ല എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ തൽക്കാലം ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഈ വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ആ വിഷയത്തിലേക്കാണ് അങ്ങേ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അത് ഞാൻ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ശരി, അങ്ങോട്ട് എനിക്കൊരു ഉപചോദ്യമുണ്ട് ശ്രീ പി എസ് സഞ്ജീവ്. അതായത് അങ്ങ് പറയുന്നു രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളാണിത്, ഈ അലിഖിത നിയമം എന്നുള്ളത്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനവും പടച്ചിട്ട വാക്കല്ല അത് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്, അങ്ങും വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ കേരള പോലീസ് എഴുതി വെച്ചിരിക്കുന്നതാണ് അലിഖിത നിയമെന്ന്. അപ്പോൾ നമ്മുടെ പോലീസ്, നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ്, നമ്മുടെ കേരള പോലീസ്, അനേകം പൊന്തൂവലുകളെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരള പോലീസ് അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കും എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അല്ല, നമ്മുടെ പോലീസ് എന്ന് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിൽ അതിൽ ഞങ്ങളെയും കൂടി പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ഞങ്ങൾ SFIക്കാർ അങ്ങനെ അന്യവൽക്കരിച്ചിട്ടില്ല. SFIക്കാരെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ SFIയുടെ സംസ്ഥാന
SFIയുടെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ജയിലിൽ അടച്ച കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. പല കേസുകളിലും പോലീസ് എല്ലാ ഘട്ടത്തിലും ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. കേരളത്തിൽ ഇടത് നയത്തിനനുസരിച്ച്, കേരളത്തിലെ സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് എല്ലാ പോലീസുകാരും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം SFIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയും പല ഘട്ടത്തിൽ പറഞ്ഞതാണ്. പോലീസ് ഏറ്റവും നല്ല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. രാജ്യത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കേരളത്തിലെ പോലീസ്. പക്ഷേ അതിൻ്റെ ഉള്ളിലും തെറ്റായ പ്രവണതകൾ ഉള്ളവരുണ്ട്. ഈ അതിനർത്ഥം അവര് പറയുന്നതെല്ലാം മോളി ചെയ്ത് കൊള്ളാം എന്നുള്ളതൊന്നും ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. SFIയുടെ നേതാക്കൾക്കെതിരെ കള്ളക്കേസ് പടച്ചുണ്ടാക്കിയതും ജയിലിലടച്ചതും അല്ല, നിങ്ങൾ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ പൊതുസ്ഥിതി എന്ന നിലയിലാണല്ലോ ചർച്ച ചെയ്തത്. വയനാട് പൂക്കോട് കോളേജുമായി ബന്ധപ്പെട്ട വിഷയമാണ് അലിഖിത നിയമങ്ങൾ. അത് SFI അവിടെ ഞാൻ അറിയുന്ന രീതിയിൽ അതൊരു യൂണിഫോം ഫോഴ്സ് ആണ്, അത് സ്റ്റേറ്റിന്റെ മെഷീനറിയാണ്. അതിന് പ്രാദേശികവാദമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശ്രീ സഞ്ജീവ് PS അങ്ങ് പറയുകയാണെങ്കിൽ ഞാനൊരു വാദത്തിന് അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും പ്രാദേശികവാദമുണ്ടെന്ന് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എൻ്റെ വാക്കുകൾ അങ്ങ് വേറെ ഏതെങ്കിലും തലത്തിൽ വളച്ചൊടിക്കരുത്. ഞാൻ എന്താ പറഞ്ഞത്? പോലീസ് എല്ലാ ഘട്ടത്തിലും ശരിയായ നിലപാടാണ് എടുക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പോലും പോലീസിന്റെ നടപടികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചവരാണ്. അതിനൊരു സംശയമില്ലല്ലോ. എന്നുള്ളതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ SFI തൽക്കാലം തയ്യാറല്ല. ഓക്കെയാണ് ശ്രീ PS സഞ്ജീവ്, അങ്ങയുടെ വാദം വളരെ കൃത്യമാണ്. അല്ല, അലിഖിത നിയമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി അങ്ങ് വിവരിക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ അറിയണമല്ലോ. അല്ല, അലിഖിത നിയമം അനുസരിച്ച് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു ആ വിദ്യാർത്ഥിയെ എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആ അലിഖിത നിയമം അനുസരിച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥിയാണ് ഈ എണ്ണി പറയുന്ന ക്രൂര പീഡനങ്ങൾക്കിരയായത്. നിയമം എന്താണ് എനിക്ക് പോലും അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. പോലീസ് പറയുന്നത് വരെ കേരളത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ആ നിയമം അനുസരിച്ച് പരിഹരിക്കാൻ വിളിച്ചു വരുത്തിയ ഒരു വിദ്യാർത്ഥിയാണ്. അതെന്താണ് നമ്മുടെ നിയമം അനുശാസിക്കാത്ത തരത്തിലുള്ള ക്രൂര പീഡനത്തിന് ഇരയായത് എന്നതാണ് കഷ്ടം. അതുകൊണ്ടാണ് ആ അലിഖിത നിയമം എന്താണെന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങേക്ക് പരിചയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതങ്ങ് വിശദീകരിച്ച് പറഞ്ഞതന്നെ സഞ്ജീവ്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, ഓക്കെ, അത് വ്യക്തമായി പറഞ്ഞല്ലോ. എനിക്ക് അത്തരത്തിലുള്ള ഒരു പരിചയമില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു. കാരണം യൂണിയൻ ഭരിക്കുന്നത് അങ്ങും അങ്ങയുടെ പാർട്ടിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു യൂണിയൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കായിരുന്നു അങ്ങേക്ക് അറിയാമോ എന്ന്. കാരണം കേരള പോലീസ് പറഞ്ഞത് ആ ക്യാമ്പസ് അതിന്റെ ഭാഗമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂണിയൻകാർക്കതിൽ അറിയാമോ, അറിവുണ്ടോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു ശ്രീ സഞ്ജീവ്. ഓക്കെ.